വയനാട് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്നടിച്ച് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെങ്കിൽ താൻ തന്നെ ആഗ്രഹിക്കണം. ആരോടും ആവശ്യപ്പെട്ടല്ല താൻ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതെന്നും ND അപ്പച്ചൻ പറഞ്ഞു. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ND അപ്പച്ചന്റെ പ്രതികരണം. ഈ 4 വർഷം മുമ്പ് ഞാൻ DCC പ്രസിഡന്റ് ആകുന്നത് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് ആകാനെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ മാറ്റണമെന്ന് ആരും, ഞാൻ എന്നാ മാറാൻ ആഗ്രഹിക്കുന്നത്, നാളെ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറും, അല്ലെങ്കിൽ ഞാൻ മാറുകയില്ല. അതാണ് എൻ്റെ സ്ഥിതി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്കിതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നൊരു ആഗ്രഹമില്ല. എനിക്കൊന്ന് സ്വതന്ത്രനാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്പം നല്ലൊരു ശുദ്ധമായി ശ്വസിക്കാൻ ഇതിലത് കിട്ടുന്നില്ല ഇപ്പോൾ അവസരത്തിൽ. പോലീസ് അന്വേഷണം നടന്നിട്ട് കുറ്റവാളികൾ ആരാൻ ശിക്ഷിക്കട്ടെ. അവർ ഒരു കുഴപ്പമില്ല ആ കാര്യത്തിൽ. നമ്മൾ ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ. സുർജിത്ത്, ഈ ND അപ്പച്ചൻ പറയുന്നത് പോലെ വയനാട് DCC അധ്യക്ഷനാവാൻ കൊതി വരേണ്ട കാര്യമില്ല ND അപ്പച്ചൻ. കാര്യം 91 മുതൽ 10 വർഷം ദീർഘകാലം DCC അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ തുടർച്ചയായ 4 വർഷം DCC അധ്യക്ഷനാണ്. അതിനിടയിൽ MLA ആയി. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള നേതാവാണ്, ഡൗൺ ടു എർത്ത് നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഈ അദ്ദേഹത്തെ മാറ്റണം എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കി പാർട്ടിക്കകത്ത് നിന്നൊരു നീക്കം നടക്കുന്നുണ്ട് എന്നാണോ ND അപ്പച്ചന്റെ സംശയം? സുർജിത്ത് അയ്യപ്പൻ. അഷ്മി, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് ഇത്രയും പ്രായമുള്ള, വളരെ സജീവമായ രീതിയിൽ തന്നെ സംഘടനാ രംഗത്ത് ഇടപെടുന്ന മറ്റൊരു DCC അധ്യക്ഷൻ എന്നുള്ള തരത്തിൽ ഈ പ്രായത്തിലും സജീവമായ രീതിയിൽ ഇടപെടുന്ന മറ്റൊരു നേതാവ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും നിലവിൽ ഇപ്പോൾ വയനാട്ടിൽ ഗുരുതരമായ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ DCC അധ്യക്ഷനെ മാറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇവിടെയുണ്ട്. പക്ഷേ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് അത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് അറിയിക്കുകയാണ് DCC പ്രസിഡന്റ് കൂടിയായ ND അപ്പച്ചൻ പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം താൻ വീണ്ടും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് അത് രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഉൾപ്പെടെയുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ താൻ ആഗ്രഹിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് ഈ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ആരോടും ആവശ്യപ്പെട്ടല്ല ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മുള്ളംകൊല്ലിയിലേതടക്കമുള്ള സംഘടനാ പ്രശ്നങ്ങൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണ്. അന്ന് വികസന സമിതി യോഗവുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. അത് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ തന്നെ വിളിച്ചു, പ്രാദേശിക നേതാക്കൾ തന്നെ വിളിച്ചു. ഇതിനുശേഷമാണ് താൻ അവിടേക്ക് പോകുന്നത്. അവിടേക്ക് പോയ ഘട്ടത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഉന്തും തള്ളും ഉണ്ടാവുകയും അത് തന്നെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ബോധപൂർവം ഈ ഒരു പ്രശ്നം സൃഷ്ടിച്ചെടുത്തതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഈ സഹകരണ ബാങ്കുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് ആണ് ഈ NM വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതുമായി തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് മാത്രമല്ല, മറ്റ് നേതാക്കളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ്. താൻ നേതാക്കളെ വിശ്വസിച്ചുകൊണ്ടാണ് മുള്ളംകൊല്ലിയിലേക്ക് പോയത്. പക്ഷേ തനിക്ക് നേരെ ഉണ്ടായത് ഒരു ദുരനുഭവം തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവസാന ശ്വാസം വരെ പാർട്ടിക്ക് വേണ്ടി താൻ തുടരും. 1 രൂപ പോലും പാർട്ടിയിൽ നിന്ന് കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും തന്റെ ജോലിയില്ലാത്ത മകനടക്കം ഉണ്ട്. 75 വയസ്സ് കഴിഞ്ഞ വയോധികനായ നേതാവാണ്. ഈ പ്രായത്തിലും പാർട്ടിയുടെ പരിപാടികൾ വളരെ സജീവമായി നിൽക്കുന്ന, ജനങ്ങളുമായി ബന്ധമുള്ള നേതാവാണ്. അപ്പോൾ നേതാവിനെതിരെ എന്തെങ്കിലും നീക്കം അതിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.